അപ്പോൾ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വീണ്ടും ട്രിപ്പ് പോവാണ്. ഇത്തവണ നമ്മൾ സ്വപ്ന ട്രാവൽസിൻ്റെ ഇവിടെയല്ല പോകുന്നത് കേട്ടോ. സ്വന്തം വേറൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ പെങ്ങളെ ഹസ്ബൻഡും നാട്ടിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് ഒരു മാസത്തെ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ളൊരു ട്രിപ്പായിട്ട് പോകുന്നത്. നമ്മൾ ഇവിടുത്തെ ഫസ്റ്റിലെ കണ്ണൂർ പോകും. കണ്ണൂർ കുറേ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നേരെ കോയമ്പത്തൂർ പോയിട്ട് കോയമ്പത്തൂർ നിന്ന് തിരിച്ച് പോകും. ഒരു 4 ദിവസത്തെ ട്രിപ്പാണ്. ക്രിസ്മസിൻ്റെ തലേദിവസമാണ് പോകുന്നത്. തലേദിവസമാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കിനി അടുത്ത വിശേഷങ്ങളിലേക്ക് പോകാം. സമയം വെളുപ്പിന് 5 മണി. അപ്പോൾ നമ്മളൊരു കറക്റ്റ് 5 മണിക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ലേറ്റ് ആയി പോയി. ഒരു 5 മണി കഴിയുമ്പോഴത്തേക്കും വെളുപ്പിന് ഇറങ്ങിയിട്ട് നേരെ ഇപ്പം ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്, സ്വിഫ്റ്റ് ഡിസയർ. അപ്പോൾ ആ വണ്ടിയിലാണ് പോകുന്നത്. ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് പോകും. എൻ്റെ ഫസ്റ്റത്തെ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ലോങ് ഡ്രൈവ് പിടിക്കുന്നുണ്ട്. നേരത്തെ ഞാനൊരു കോഴിക്കോടൊക്കെ ഞാൻ പിടിച്ചിട്ടുള്ളൂ. ഇതിപ്പം ആദ്യമായിട്ടാണ് കണ്ണൂർ ഇത്രയും ലോങ് ട്രിപ്പൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സന്തോഷത്തിന് ഞാനിപ്പം ആദ്യമായിട്ട് ഇത്രയും ലോങ് ഡ്രൈവ് കിട്ടുന്നതിനൊക്കെ ഒരു സന്തോഷത്തിന് കൂടിയിട്ടാണ് ഞാനിപ്പോൾ. അപ്പം കണ്ണൂർ പോയിട്ട് അവിടെ 1 ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുക. പിന്നെ എന്നിട്ട് നേരെ അവിടെ നിന്ന് നേരെ കോയമ്പത്തൂർ പോവുക. അവിടെ അമ്മാവൻ്റെ ഒക്കെ വീടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കറങ്ങി അടിച്ചിട്ട് തിരിച്ച് ക്രിസ്മസിൻ്റെ തലേദിവസം വരിക എന്നുള്ളതാണ് പ്ലാൻ കേട്ടോ. അപ്പം എല്ലാവരും ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കും. ഞാൻ നേരത്തെ റെഡി ആയി, ബാക്കിയുള്ളവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കറക്റ്റ് എന്നൊരു 5:15 ആകുമ്പോൾ ഇറങ്ങുന്നു വിചാരിക്കുന്നു. അതെ, ഒരാളുടെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ 5:15 ആകുമ്പോൾ റെഡി ആയിട്ട് ഇറങ്ങാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി. ഹോട്ടൽ ശ്രീ ശരഭവാനി കയറിയിട്ട് ഫുഡ് കഴിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ എല്ലാവരും പിന്നെ ഈ റോസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും ലക്ഷ്മിതേ പൂരി, വട, സാമ്പാർ, ചട്നി കഴിച്ചുകൊണ്ടിരിക്കുന്നു.
അല്ല കുഴപ്പമില്ലല്ലോ. വട എൻ്റെ ഫേവറേറ്റാണ്. വട ഇതൊക്കെ എനിക്ക് വേണ്ട. ഞങ്ങളിങ്ങനെ ഹോട്ടൽ ശ്രീ ശരവണ ഭവനിൽ നിന്നും നല്ല സ്വാദിഷ്ടമായ ഫുഡ് കഴിച്ചിട്ടതേ പുറത്തേക്ക് ഇറങ്ങി. അവരൊക്കെ അവിടെ വരുന്നുണ്ട്. ഞാനിപ്പോൾ വണ്ടിയിൽ ഇറങ്ങിയിരുന്നു. വണ്ടിക്കകത്ത് ഫോണിൻ്റെ ഹോൾഡറൊക്കെ പിടിപ്പിച്ചു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ വിട്ടിട്ടില്ല. ഫോണിൻ്റെ ഹോൾഡറൊക്കെ പിടിപ്പിച്ചു. അവരിപ്പോൾ എൻ്റെ വണ്ടി അല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ സ്പെയർ കരുതിയായിരുന്നു. പിടിപ്പിച്ചു. ഇപ്പോൾ ഇറങ്ങുന്നു. ഓക്കെ. നമ്മൾ കുട്ടമ്പുഴ പാലം കേട്ടോ ക്രോസ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ കുന്നംകുളം കട്ട് ചെയ്ത് നേരെ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ആദ്യം മറ്റേ നമ്മുടെ ഈ പാലക്കാട് ടോളിലത്തെ വീഡിയോ എടുത്ത് കാണിച്ചു. എന്തുകൊണ്ടാണ് എടുത്ത് കാണിച്ചത്? ഇതിന് വേറെ കാര്യമുണ്ട്. സംഭവിച്ചത് എങ്ങനെയാണ് ഒരു ടോൾ പ്ലാസയുടെ വണ്ടി മൂവ് ചെയ്തത് കറക്റ്റായിട്ട് എടുത്ത് കാണിച്ചാൽ. കർഷകത്തിനെ പറ്റി പലർക്കും അറിവില്ലാത്തതുകൊണ്ട് പലരും പൊട്ടത്തരം കാണിക്കുന്നുണ്ട്. ടോൾ പ്ലാസക്കാർ ചീത്ത വിളിക്കുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഒരു ടോൾ പ്ലാസക്കത്തെ ടോൾ വർക്ക് ചെയ്യുന്നതിനെ പറ്റി പലർക്കും വ്യക്തമായിട്ട് ഐഡിയ ഇല്ല. സമയലാഭം അങ്ങനെ ഇങ്ങനെ കുറെ ഡയലോഗ് കേൾക്കുന്ന ആൾക്കാർ എന്നിട്ട് ചവിട്ടി പറപ്പിച്ച് പോകാം എന്ന് ചിന്തിച്ചിട്ട് ആൾക്കാർ ചെയ്യുന്ന പരിപാടി എന്താ പറയുക, മുന്നേ പുറകെ മുട്ടിച്ച് ഓരോ വണ്ടിയുടെ മുന്നേ പുറകെ പിടിക്കും. എന്നിട്ട് അവിടെ കൊണ്ടു നിർത്തും. അതാണ് പലരും ആൾക്കാരും ചെയ്യുന്ന പരിപാടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോൾ പ്ലാസയിൽ ചെയ്യേണ്ട പരിപാടി അങ്ങനെയല്ല. മുന്നേ പോകുന്ന വണ്ടിയിൽ നിന്നും കുറച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേ കയറി പോകാവുള്ളൂ. മാക്സിമം സ്പീഡ് ലിമിറ്റ് ഒരു 5-10 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് പോവുള്ളൂ. അങ്ങനെ നിരങ്ങി എനിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ പോകുന്ന പോക്കിൽ തന്നെ കയറി പോകാൻ പറ്റും. അല്ലാതെ നമ്മൾ മുന്നേ പെട്ടെന്ന് സമയലാഭം കിട്ടും എന്ന് ചിന്തിച്ചിട്ട് മുന്നേ പുറമെ പോകുന്ന വണ്ടിയുടെ പുറകെ മുട്ടിച്ച് കയറി പോകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ സ്റ്റക്കായിട്ട് കയറി നിൽക്കുന്നത്. അപ്പം തന്നെ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തും. ഈ ടോൾ പ്ലാസയിൽ ഭയങ്കര ടൈം പോകുന്നുണ്ടല്ലോ എന്ന് കുറ്റപ്പെടുത്തും. ശരിക്കും പറയുന്ന റിയാലിറ്റി എന്താണ്? നമ്മൾ ആദ്യം മുന്നിൽ പോകുന്ന വണ്ടിയുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. എന്നിട്ട് കുറച്ച് സ്പീഡ് ലിമിറ്റും നമ്മൾ അവിടെ കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രം എന്ന് വെച്ചാൽ ആ സ്കാനറിന് നമ്മുടെ വണ്ടിയിലത്തെ ഫാസ്ടാഗിന്റെ ബാർകോഡിൽ നിന്ന് സ്കാൻ ചെയ്യാനുള്ളൊരു ടൈം ഗ്യാപ്പും സ്പേസും നമ്മൾ കൊടുക്കണം. കൊടുത്താൽ മാത്രമാണ് കറക്റ്റായിട്ട് സ്കാൻ ചെയ്ത് പൈസ അപ്പം തന്നെ ഡെബിറ്റ് ആയിപ്പോളൂ. ഇതിപ്പോൾ തന്നെ ഞാൻ അന്നേരം അങ്ങനെ നിരങ്ങിപ്പോയി. ഞാൻ വന്ന ഫ്ലോയിൽ തന്നെ അങ്ങ് പോകില്ല. ഇടയ്ക്ക് എനിക്ക് ചവിട്ടേണ്ടതെന്ന് വന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മുന്നേ പോയ വണ്ടിയിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ പതുക്കെയാണ് പോയത്. അപ്പൊ മുന്നേ പോയ വണ്ടികളൊക്കെ 2-3 വണ്ടികൾ അവിടെ സ്റ്റക്കായി പോകുന്നുണ്ട്. എനിക്കൊന്ന് ചവിട്ടുണ്ടാവുന്നു. അപ്പൊ തന്നെ പുറകെ വന്ന ട്രാവലറും പിന്നെ കുറെ വണ്ടികളൊക്കെ എന്നെ നിരത്തി പിടിച്ച് ഞാൻ കയറ്റി വെച്ച് പോകുന്നില്ലെന്ന് പറഞ്ഞവർ കുറെ കിടന്ന് ഓടിച്ചു. ഞാനത് മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞാൻ നേരെ ക്ഷമയോടെ ഗ്യാപ്പിട്ട് പിടിച്ചങ്ങ് പോയി. അതുകൊണ്ട് എന്തെറ്റി, അവിടെ കുറച്ച് ഗ്യാപ്പിട്ട് പിടിച്ചുകൊണ്ട് മാത്രം എനിക്ക് ഒറ്റ സെക്കൻഡ് ഒരു ടോൾ പ്ലാസയ്ക്കകത്ത് നിൽക്കേണ്ട വന്നില്ല. ഞാൻ ആ വന്ന രീതി തന്നെ പോയി. അപ്പോൾ എല്ലാവരും അങ്ങനെ ശീലിക്കുക. കാരണം ചെയ്ത് പലർക്കും ഇതിനെപ്പറ്റി വ്യക്തമായ ഐഡിയ ഇല്ല. എങ്ങനെയാണ് ടോൾ പ്ലാസയ്ക്കകത്ത് നമ്മൾ കയറുന്നത്. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ടൈം സേവ് ചെയ്യാം, എല്ലാം സേവ് ചെയ്യാന്ന് ചിന്തിക്കുന്നത് ചവിട്ടി പിടിച്ച് ഒറ്റ പോക്ക് മുന്നേ പോകുന്ന പോക്കാ പോകുന്നുണ്ട്. അപ്പൊ ഇനി തൊട്ട് ആൾക്കാർ ഈ രീതിയിൽ ശ്രമിക്കുക. ഓക്കെ.
കോഴിക്കോട് ഞാൻ വടകരയിലെത്തിയപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഹോട്ടലിൽ നിർത്തിയിട്ട് ഹോട്ടൽ എം എന്ന് പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ ഇട്ട് കഴിച്ചിട്ട് ഇതിപ്പോൾ ഇറങ്ങി. ചിക്കൻ ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു. മട്ടൻ ബിരിയാണി അല്ല ബീഫ് അത്ര പോരായിരുന്നു. ചിക്കൻ ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് 1.5 മണിക്കൂറുള്ളൂ കണ്ണൂർക്ക്, പെട്ടെന്ന് എത്താൻ പറ്റും. ഇവിടുന്ന് പോകുന്നപ്പോൾ എന്താ പറയുക, കുറ്റിപ്പുറം കഴിഞ്ഞപ്പോൾ നമ്മൾ NH66 കയറി. നല്ല അടിപൊളി ഹൈവേ ആയിരുന്നു. അവിടെ കോട്ടക്കലും രാമനാട്ടുകാരും കോഴിക്കോടും കടന്നു പോയി നമ്മൾ അറിഞ്ഞില്ല. കഴിഞ്ഞപ്പോഴാണ് മാപ്പ് ജസ്റ്റ് നോക്കിയപ്പോഴാണ് സംഭവം കടന്നു പോയൊക്കെ അറിഞ്ഞത്. ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റ പോക്കം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല അടിപൊളി റോഡായിരുന്നു. അത് എൻ്റെ കുറ്റിപ്പുറം ഭാഗത്ത് വരുമ്പോൾ നല്ല ഡിസൈനൊക്കെ അവിടെ ജംഗ്ഷനൊക്കെ ഡിസൈൻ ചെയ്തത് നല്ല ഡിസൈനായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ സ്ഥലത്തെത്തും. മണിക്കൂർ യാത്ര ചെയ്ത് 9 മണിക്കൂർ 323 കിലോമീറ്റർ 9 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് എത്തിട്ടോ. ഇനിയിപ്പോൾ അവിടെ ചെക്ക് ഇൻ ചെയ്യണം. ഇപ്പോൾ അവിടെ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറിപ്പോകാൻ. എന്നിട്ടിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ബീച്ചൊക്കെ ഒന്ന് കറങ്ങാം എന്ന് വിചാരിക്കുന്നു. ഏകദേശം 323 കിലോമീറ്റർ വണ്ടി നോക്കി. അതെ, നമ്മളങ്ങനെ ഇതിനകത്തൊരു കറുത്ത സ്വിച്ച് ഉണ്ട്. ഈ സാധനം ഇതാട്ടോ സെറ്റപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫ്ലാറ്റ്, ഒരു വീട് പോലെ ഹോം സ്റ്റേ സെറ്റപ്പ് ആട്ടോ ഇത്. ഇത് കിച്ചൺ, ഒരു 2 ഫ്ലോറിൻ്റെ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് നമ്മളുള്ളത് തന്നെ. ഇത് കിച്ചൺ, ഇത് കോമൺ ആയിട്ടുള്ള ടേബിള്, ഫ്രിഡ്ജ് അവിടെ ഇരുന്നോ. ഇതാ ബെഡ്റൂം, AC ആണ്. ടോയ്ലറ്റ്, ഇല്ല. ഇത് മറ്റൊരു ബെഡ്റൂം. ഇത് 3ാമത്തെ ബെഡ്റൂം. ഇത് കയറി വരുന്ന ഹോള്. ഞങ്ങളിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലഗേജൊക്കെ എടുത്ത് മേലേക്ക് ഇരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചുകൂടെ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും താഴത്തേക്ക് ഇറങ്ങി പോവാം. വിശാലമായിട്ട് ഞങ്ങളുടെ ബെഡ്റൂം ഉണ്ട് കേട്ടോ. AC റൂം, നല്ല വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. പിന്നെ റോഡ് സൈഡിൽ നിന്ന് ഇച്ചിരി ഉള്ളിലേക്ക് കയറുമ്പോൾ ഇച്ചിരി വീതി കുറവുണ്ടെന്ന് മാത്രം. ബാക്കി എന്നാൽ ഇവിടെ ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട്. റൂമിനകത്താണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. AC റൂമാണ്. പിന്നെ കുറേ ദൂരം വെളുപ്പിന് 5:30 ഏറ്റവും അവിടെ നിന്ന് പോകുന്നതാണ്. അപ്പോൾ കുറേ ദൂരം യാത്ര ചെയ്തിട്ട് ആണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട്. ഏകദേശം ഒരു വെളുപ്പിന് 5:30 തുടങ്ങിയ യാത്ര. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ട് പുറത്തേക്കൊന്ന് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ തൊട്ടടുത്ത് 1.5 കിലോമീറ്റർ ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മുടെ കാഴ്ചകൾ പോകാം. ഒരു വിശ്രമത്തിന് ശേഷം ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഏകദേശം ഒരു കിലോമീറ്റർ ഒരു ബീച്ചുണ്ട്. ആ ബീച്ച് കാണാനും ബീച്ചിലത്തെ സൺസെറ്റ് കാണാനും വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പം നടന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
റോഡിൽ കൂടെ ഇവിടുത്തെ സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ചത് ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് അറിഞ്ഞത്. ഒരു 10-20 മിനിറ്റ് വണ്ടി ഇട്ടിട്ടൊന്ന് റിലാക്സ് ചെയ്യാന്ന് വെച്ചു. ഇതിവിടുത്തെ ഒരു പുഴയാണ്. പുഴ വന്നിട്ട് അവിടെ ആ ഭാഗത്തായിട്ട് കടല്. ഇത് പുഴ വന്ന് കടലിലേക്ക് പതിക്കുന്ന ഏരിയ. അത് ആ ഭാഗത്ത് നിന്ന് വന്നിട്ട് പുഴ വന്നിട്ട് അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ കടലിൽ വന്ന് കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം അത്. അതുകൊണ്ടാണ് ഇവിടെ തിരമാലയ്ക്കൂടെ വരുന്നത്. കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോകണം കടലിൽ. അവിടെ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു കാണാം അവിടെ കടൽ. ഞങ്ങളാദ്യം കാറെടുക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടുത്തെ ആ കെട്ടിടത്തിൻ്റെ ഓണർ ഞങ്ങൾ പറഞ്ഞു ഒരു കോൺഗ്രസിൻ്റെ പ്രചാരണമുണ്ട്, അപ്പം അന്നേരം വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വഴിയിൽ ബ്ലോക്ക് ആയപ്പോൾ നടക്കുവാണെങ്കിൽ പെട്ടെന്ന് എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നടക്കാമെന്ന് വെച്ചാൽ 1 കിലോമീറ്റർ ഉള്ളൂ, 20 മിനിറ്റ് നടക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ നടന്ന് ഞങ്ങൾ ഷോർട്ട് കട്ടൊക്കെ പിടിച്ചത് അവിടെ എത്തി. ഉണ്ടോ ആ ഭാഗത്തൊക്കെ സൂര്യൻ ഏകദേശം അസ്തമിക്കാറായിട്ടോ. താന്ന് പോകുന്നു തുടങ്ങി. നമ്മളിപ്പോൾ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് കേട്ടോ. ഇവിടെ നല്ലൊരു ആംബിയൻസ് എടുത്തു. ഇവിടെ ബീച്ചിനോട് ചേർന്നുള്ള ഒരു ഹോട്ടലാണ്.
നല്ലൊരു ആംബിയൻസ് അവിടെ ഉണ്ടോ, ലൈറ്റൊക്കെ തെളിച്ചിട്ടുണ്ടോ. ഇവിടെ ആണെങ്കിൽ പാർക്കൊക്കെ ഉണ്ട്. ഇതിവിടെ എന്തൊക്കെയാണോ സ്പെഷ്യൽ, ടുഡേ സ്പെഷ്യൽ കുറേ മെനുവൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തായാലും നല്ല വൈബുള്ള സ്ഥലമാണ്, ബീച്ചിനോട് ചേർന്ന് തന്നെ. ഫുഡും മിക്കവാറും നല്ലപോലെ വൈബുള്ള ഇതായിരിക്കും. ആ ഭാഗത്താണ് ബീച്ച് വരുന്നത്. ഇവിടെ ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു റാലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മെയിൻ റോഡിലായിട്ട്. അപ്പോൾ ഞങ്ങളും കൂടെ വന്നപ്പോഴത്തേക്ക് റാലി തുടങ്ങുമായിരുന്നു അവർ. അപ്പോൾ ഇനി തിരിച്ച് ഇനിയിപ്പോൾ ഇറങ്ങാൻ നേരത്തെ പെട്ടെന്ന് റാലി ആയിരിക്കുമ്പം ഫുഡൊക്കെ വെച്ചിട്ട് പതുക്കെ ഇവിടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഞങ്ങൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോകും. ഇനിയിപ്പോൾ എന്താ ഇവിടെ കഴിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇതിൻ്റെ ഫുഡ് എത്തി കേട്ടോ. നമുക്ക് പൊറോട്ട, ചില്ലി ചിക്കൻ, പിന്നെ വാഴക്കപ്പ, പിന്നെ എന്തോ മീനാണ് ഒരു മീൻ പറഞ്ഞപ്പോൾ ഡിലേ വന്നത്. ആ ഹേരി പറഞ്ഞപ്പോഴാണ് ഡിലേ വന്നത്. ഇത് ബാക്കി പെട്ടെന്ന് ശരി തന്നെ. ഇപ്പം ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് കുഴപ്പമില്ല, കുഴപ്പമില്ലാത്ത ഫുഡാട്ടോ. പിന്നെ കഴിച്ചതിൻ്റെ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് വളരെ ടയേർഡായിട്ട് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വളരെ ടയേർഡായിട്ട് ഇപ്പോൾ റൂമിൽ കിടക്കണം. ഇനി സ്വസ്ഥമായിട്ട് കുളിച്ചിട്ട് കിടക്കുന്ന ഒറ്റ ഉറക്കം ഉറങ്ങണം. കാരണം വെളുപ്പിന് 4 മണിക്ക് എടുത്തോടെ ഓട്ടമാണ്. അപ്പോൾ ഇപ്പം നാളെ ഏറ്റിയുടെ കണ്ണൂർ കുറച്ച് സ്ഥലത്തും കൂടെ കറങ്ങണം. വഴുതിനും തെയ്യമൊക്കെ ഉണ്ടെന്നൊക്കെ പറയാം, തെയ്യം കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കറങ്ങി നടക്കുക. അപ്പോൾ നാളത്തെ കണ്ണൂരത്തെ വിശേഷമായിട്ടൊക്കെ കിട്ടും നാളെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുവരെ ഗുഡ് ബൈ.